Hi students, in the last class we studied three main factors affecting the chemical shift. What are they? The electronegativity, electropositivity, then van der Waals shielding and hydrogen bonding. All the three factors we studied. And today we will discuss about the anisotropic effect. How it will affect the chemical shift value. That we will discuss on today's class. And all the three cases, in all the other three cases, we have checked the electron density around the hydrogen atom. അങ്ങനെയല്ലേ നമ്മൾ നോക്കിയത് ഹൈഡ്രജൻ ആറ്റത്തിനെ സറൗണ്ട് ചെയ്ത് വരുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി അതെങ്ങനെ കെമിക്കൽ ഷിഫ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് വി ഹാവ് ചെക്ക്ഡ് ഇൻ ഓൾ അതർ കേസസ്, ഓൾ ദ ത്രീ കേസസ്. മൂന്ന് കൺസെപ്റ്റിലും അങ്ങനെ തന്നെ ആയിരുന്നു. ബട്ട് ദിസ് അനൈസോട്രോപിക് ഇഫക്റ്റ് വിൽ ഡസ് നോട്ട് depend upon the electron density around the hydrogen atom. Anisotropic effect electron density alla avada nokkunnu around the hydrogen atom adalla nammal ivide check cheyan povunnu. It's an entirely different concept and it is very important in the case for the determining chemical shift. Okay, അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കണം. We will discuss this anisotropic effect with the help of some examples. Okay, first one, if we are taking the NMR spectra of an alkyne. Alkyne means triple bonded compound. For example, ethine. ഈത്തൈൻ്റെ NMR സ്പെക്ട്ര നമുക്ക് എടുക്കണം. അപ്പോൾ അവിടെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എങ്ങനെ വരും? ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദിസ് അനൈസോട്രോപിക് ഇഫക്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, we know here this ethine contains a triple bond between this carbon and carbon atom, right? And that this triple bond means one single bond and two pi bond. We know, നമുക്കറിയാം ഒരു ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിംഗിൾ ബോണ്ടും കാണും, രണ്ട് പൈ ബോണ്ട്സും കാണും അല്ലേ. വെൻ വി ആർ പ്ലേസിങ് ദിസ് ഈത്തൈൻ ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ ഈ ഈത്തൈനെ കൊണ്ടുവന്ന് നിങ്ങളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുവാണ്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? When we are placing this ethine in an external magnetic field, this pi electrons will start to rotate, or the pi electrons that will be induced by the external magnetic field. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യപ്പെടാം? പൈ ഇലക്ട്രോൺസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ബിക്കോസ് ഓഫ് ദിസ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ദെൻ ദെയർ വിൽ ബി ദാറ്റ് വിൽ സ്റ്റാർട്ട് ടു റൊട്ടേറ്റ്. ആ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇൻഡ്യൂസ്ഡ് അല്ല, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പം പൈ ഇലക്ട്രോൺസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും ആൻഡ് ദെൻ ദാറ്റ് പൈ ഇലക്ട്രോൺസ് വിൽ സ്റ്റാർട്ട് ടു റൊട്ടേറ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്താണ്? വി നോ whenever a charged particle is in motion, what happen? ഒരു ചാർജ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ an induced or a extra magnetic field will be generated and that magnetic field is called induced magnetic field. We know. ഓക്കെ, അപ്പോൾ ഇവിടെയും ഇപ്പോൾ അതാ സംഭവിച്ചിരിക്കുന്ന പൈ ഇലക്ട്രോണുകൾ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ഓഫ് ദിസ് റൊട്ടേഷൻ ആൻ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ജനറേറ്റഡ്. ഈ റൊട്ടേഷൻ്റെ ഫലമായിട്ടൊരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. എവിടെ? നമ്മുടെ ഈ കാർബൺ ട്രിപ്പിൾ ബോണ്ട് വരുന്ന സ്ഥലത്ത് ഒരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ജനറേറ്റഡ്. And here the molecule is arranged parallel, oriented parallel to the applied magnetic field. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഈതൈനെ നിങ്ങൾ വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെച്ചിരിക്കുന്നതെന്നല്ല, അത് ഓറിയൻറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടായിരിക്കും നമ്മുടെ മോളിക്യൂളിൻ്റെ ഓറിയൻറ്റേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ആൻഡ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് ഇൻ ദ സിലിണ്ട്രിക്കൽ ഇലക്ട്രോൺ ക്ലൗഡ്. കാർബൺ ട്രിപ്പിൾ ബോണ്ടിൻ്റെ ഇടയിലായിട്ട് ഒരു സിലിണ്ട്രിക്കൽ ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് ജനറേറ്റഡ്. അതിനിടയിൽ ഒരു സിലിണ്ട്രിക്കൽ ഇലക്ട്രോൺ ക്ലൗഡ് ജനറേറ്റ് ചെയ്യപ്പെടും. ഇനി നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ നോക്കണം എങ്ങനെയാണെന്നുള്ളത്. ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ടു ഡയറക്ഷൻസ്, ഒന്നുകിൽ അത് ഓപ്പോസ് ചെയ്യാം അതല്ലെങ്കിൽ സെയിം ഡയറക്ഷനിലായിരിക്കാം. ഹിയർ ഇറ്റ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ സിലിണ്ട്രിക്കൽ ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടല്ലോ, ഹിയർ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ദിസ് സിലിണ്ട്രിക്കൽ ഇലക്ട്രോൺ ക്ലൗഡ് ദാറ്റ് ഇറ്റ് സെൽഫ് വിൽ ആക്ട് ആസ് എ മാഗ്നറ്റ്. ഇൻ അതർ കേസസ് വി സ്റ്റഡീഡ് എന്താണ് മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അവിടെയുള്ള പ്രോട്ടോണുകൾ ടൈനി ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ബട്ട് ഹിയർ നമ്മളിപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്ന ആ ഒരു സിലിണ്ട്രിക്കൽ ഇലക്ട്രോൺ ക്ലൗഡ് അറൗണ്ട് ദിസ് കാർബൺ ട്രിപ്പിൾ ബോണ്ട്
ദാറ്റ് വിൽ ഇറ്റ് സെൽഫ് ആക്ട് ആസ് എ ടൈനി മാഗ്നറ്റ്. അതൊരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇതൊരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ദിസ് ഈസ് ആൻ സിലിണ്ടറിക്കൽ ഇലക്ട്രോൺ ക്ലൗഡ്. അപ്പോൾ ഇതൊരു സിലിണ്ടറിക്കൽ ഇലക്ട്രോൺ ക്ലൗഡ് ആണെങ്കിൽ നിങ്ങൾ ആ പിക്ചറും ഞാൻ പറയുന്നതായിട്ടൊന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഇതൊരു സിലിണ്ടറിക്കൽ ഇലക്ട്രോൺ ക്ലൗഡ് ആണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം അവിടെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു, ഒരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ആ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫലമായിട്ടാണ് സിലിണ്ടറിക്കൽ ക്ലൗഡ് അവിടെ വന്നത്. ദെൻ ഇറ്റ് ഹാസ് ദി ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ബിക്കോസ് ഓഫ് ദിസ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ദർ വിൽ ബി ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ പ്രസൻറ്റ് ആൻഡ് ദിസ് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഇനി ആ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് നോക്കണം. പിക്ചറിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്, ദാറ്റ് ഈസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഇതാണ് നമ്മുടെ സിലിണ്ടർ എങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ ഈ ഡയറക്ഷനിലാണ് എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു വരണം. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്കായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇത് ഈ രീതിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇൻസൈഡ് ദ സിലിണ്ടറിന് ഉള്ളിലൂടെ പാസ് ചെയ്ത് താഴെയോടെ വന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, ആൻഡ് ദിസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻസൈഡ് ദ മാഗ്നറ്റ്, നമ്മുടെ സിലിണ്ടറാണ് മാഗ്നറ്റ്, സിലിണ്ടറിക്കൽ ഇലക്ട്രോൺ ക്ലൗഡ് ആണ് മാഗ്നറ്റ്. ഇൻസൈഡ് ദ മാഗ്നറ്റ് ദിസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഏതിൽ എങ്ങനെയാണ്, ദാറ്റ് ഈസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയല്ലേ, പിക്ചറൂടെ നോക്കിയാൽ ക്ലിയർ ആവും. അതിൻ്റെ ആരോ കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ലേ, ഓപ്പോസിറ്റ് കറങ്ങി വരുമ്പം അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിലിണ്ടറിനുള്ളിൽ വന്നപ്പോൾ ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് വന്നു. ദെൻ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സൈഡിലായിട്ട് ആരും ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ സിലിണ്ടറിൻ്റെ രണ്ടറ്റത്തായിട്ട് ആരുണ്ട്, ഹൈഡ്രജൻ ആറ്റംസ് ആർ പ്രസൻറ്റ് ദെയർ. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ എവിടെയെല്ലാം ഹൈഡ്രജൻ വന്നിട്ടുണ്ടോ, വേറെവർ ദ ഹൈഡ്രജൻ ഈസ് പ്ലേസ്ഡ് ഇൻ ദാറ്റ് പൊസിഷൻ ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. സിലിണ്ടറിൽ തന്നെയാണ് ഹൈഡ്രജൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഹൈഡ്രജൻ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മുടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വന്നിരിക്കുന്നത്. അതേസമയം നിങ്ങൾ പുറത്ത് കൺസിഡർ ചെയ്താലോ, ബട്ട് ഔട്ട്സൈഡ് ദ സിലിണ്ടറിനെ വെളിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരുമ്പം ഏത് ഡയറക്ഷനിലായിരിക്കും, തിരിച്ചല്ലേ പോകുന്നത്, സിലിണ്ടറിന് പുറത്തേക്ക്. ഔട്ട്സൈഡ് ദ സിലിണ്ടർ ഇറ്റ് വിൽ ബി ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫീൽഡ്. ആരോ കൊടുത്തിരിക്കുന്ന സെയിം ഡയറക്ഷനിലല്ലേ, അങ്ങനെയല്ലേ വരുന്നതും, സെയിം ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. Thus, here you can see that എന്താ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം, അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസിൽ ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ഡിഫറെൻറ്റ് പൊസിഷനിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഡിഫറെൻറ്റ് ഡയറക്ഷനാണ് വന്നിരിക്കുന്നത് അല്ലേ. ഒരേ ഡിഫറെൻറ്റ് പൊസിഷൻ മീൻസ് സിലിണ്ടറിനുള്ളിലും പുറത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് രണ്ട് ഡയറക്ഷൻ വന്നു, ഒന്ന് സെയിം ഡയറക്ഷനും ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനും വന്നു. ആൻഡ് ദിസ് ഇഫക്റ്റ് ഈസ് നോൺ ആസ് അനൈസോട്രോപ്പിക് ഇഫക്റ്റ്. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ അനൈസോട്രോപ്പിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ അനൈസോട്രോപ്പിക് ഇഫക്റ്റ് വെച്ചിട്ട് നമുക്ക് NMRനകത്ത് കെമിക്കൽ ഷിഫ്റ്റ് എങ്ങനെ പറയാം, അതാണ് നമ്മുടെ ജോലി. അപ്പോൾ നമുക്ക് കെമിക്കൽ ഷിഫ്റ്റ് അറിയണമെങ്കിൽ പ്രോട്ടോണിൻ്റെ കാര്യം നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രോട്ടോണിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഹിയർ നമ്മൾ പറഞ്ഞു സിലിണ്ടർ ചേർന്നല്ലേ വന്നിരിക്കുന്നത്, സിലിണ്ടറിനുള്ളിലൂടെ പാസ് ചെയ്യുമ്പം അതിൻ്റെ ഡയറക്ഷൻ എന്തെന്നാണ് പറഞ്ഞത്, ഓപ്പോസിറ്റ്. അവിടെയല്ലേ നമ്മുടെ പ്രോട്ടോണും വന്നിരിക്കുന്നത്. അപ്പോൾ ഹിയർ യു ക്യാൻ സീ ദി ഡയറക്ഷൻ എവിടെയാണ്, ഹൈഡ്രജൻ വരുന്ന സ്ഥാനത്ത്, അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. അതായത് നമ്മുടെ മോളിക്യൂൾ ശരിക്കും ഒരു ലീനിയർ ആണല്ലേ, ഇഥൈൻ മോളിക്യൂൾ ദാറ്റ് ഇസ് എ ലീനിയർ. അപ്പോൾ പിന്നെ ഹൈഡ്രജൻ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും കിടക്കുന്നത്, വേറെ ഡയറക്ഷൻ മാറാൻ സാധ്യതയില്ല. ദെയർഫോർ ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ അല്ലേ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ബിക്കോസ് ഓഫ് ദിസ് എന്ത് സംഭവിക്കും, ദ പ്രോട്ടോൺ ഈസ് ഷീൽഡഡ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഷീൽഡിങ്. അപ്പോൾ അവിടെ ഷീൽഡിങ് വന്നു കഴിഞ്ഞു. ഷീൽഡിങ് വന്നാൽ സിൻസ് ഇറ്റ് ഈസ് ഷീൽഡഡ്
നമ്മൾ ഇനി NMR എടുക്കുമ്പോൾ നമുക്ക് സ്പെക്ട്രം എവിടെ ആയിരിക്കും കിട്ടുക? ബിക്കോസ് ഓഫ് ദിസ് ഷീൽഡഡ് പ്രോട്ടോൺസ്, in the case of or in the NMR spectrum of ethine, we will get the peak corresponding to this proton എവിടെ ആയിരിക്കും? Obtained at the low frequency region. Low frequency region means that is in the right hand side of the NMR spectrum, and that is the upfield region, and there the chemical shift value is low. അപ്പോൾ ഇങ്ങനെയാണ് അനൈസോട്രോപ്പിക് ഇഫക്റ്റ് നമ്മുടെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ നമ്മളവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇതുണ്ടല്ലോ, എന്തോ മാഗ്നറ്റിക് ഫീൽഡ്, ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൽ പ്രോട്ടോണിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ എൻവയോൺമെൻറ്റ് ഏത് രീതിയിൽ വരുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കെമിക്കൽ ഷിഫ്റ്റ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ ഒന്ന് നോക്കാം. ഇത് ക്ലിയർ അല്ലേ? ഈത്തൈൻ. ദെൻ നെക്സ്റ്റ് വൺ എത്തിലീൻ. Ethylene molecule. Here, ethylene molecule means C double bonded compound, CH2, CH2. Okay, here also pi electrons are present, and here the pi electrons or pi electron cloud is perpendicular to the applied magnetic field. Applied magnetic field ഇതാണ്. അതിനിടയിൽ നിങ്ങൾ പൈ ഇലക്ട്രോണിനെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈത്തൈൻ ഉണ്ട്, ഈത്തൈൻ അല്ല, എത്തിലീൻ മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ ഈ എത്തിലീൻ മോളിക്യൂളിൻ്റെ പൈ ഇലക്ട്രോൺ ക്ലൗഡ് എവിടെ വന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഹിയർ ഓൾസോ ദിസ് പൈ ഇലക്ട്രോൺ ക്ലൗഡ് വിൽ ആക്ട് ആസ് എ ടൈനി മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? വെൻ വി ആർ പ്ലേസിംഗ് ദിസ് ethylene in an external magnetic field, this pi electron cloud will start to rotate ചെയ്യാൻ തുടങ്ങും. Because of this induced rotation, a magnetic force of lines of force will be generated. അല്ലേ, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈ രീതിയിൽ രണ്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ആൻഡ് ദിസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഇനി ഇതിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണ്. ഒരു പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട്. പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഓറിയൻറ്റേഷൻ വന്നിരിക്കുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ദാറ്റ് പൈ ഇലക്ട്രോൺ ക്ലൗഡ് വിൽ ആക്ട് ആസ് എ ടൈനി മാഗ്നറ്റ്. ദെൻ ഇനി റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഒരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ജനറേറ്റ് ചെയ്തു. അടുത്ത് ഇനി ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് നോക്കണം. Here also the magnetic lines of force has two directions. ഇവിടെയും രണ്ട് ഡയറക്ഷൻ വരും. എങ്ങനെയാ ആ റൊട്ടേഷൻ നോക്കിയേ? ഹിയർ ദ ഇൻസൈഡ് ദ മാഗ്നറ്റ്, ഇവിടെ നമ്മൾ ആരാ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞ്? ഇലക്ട്രോൺ ക്ലൗഡ്, പൈ ഇലക്ട്രോൺ ക്ലൗഡ്. അപ്പോൾ ഹിയർ ദിസ് ഇൻസൈഡ് ദ മാഗ്നറ്റ് ദി ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നു. ദാറ്റ് ഈസ്, അപ്പോൾ അതൊക്കെ. ദെൻ ബട്ട് വെൻ വി ആർ കൺസിഡറിങ് ദി ഹൈഡ്രജൻ്റെ അടുത്ത് വരുമ്പോഴോ? ബട്ട് വെൻ ഇറ്റ് കംസ് നിയറർ ടു ദ ഹൈഡ്രജൻ്റെ അടുത്ത് വന്നപ്പോൾ എന്ത് പറ്റി? രണ്ട് സൈഡിലും നോക്കിയാലും മതി. രണ്ട് സൈഡിലും നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇറ്റ് വിൽ ബി ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രണ്ട് സൈഡിലും ഹൈഡ്രജൻ ഉണ്ട്. അവിടെ രണ്ട് സൈഡിലും എങ്ങനെയാണ് വന്നിരിക്കുന്നത്? നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ വന്നു. അപ്പോൾ ഹിയർ ഓൾസോ യു ക്യാൻ സീ ദി അനൈസോട്രോപ്പിക് ഇഫക്റ്റ്. ഇവിടെയും അനൈസോട്രോപ്പിക് ഇഫക്റ്റാണ് വരുന്നത്. അപ്പോൾ അനൈസോട്രോപ്പിക് ഇഫക്റ്റ് വരുമ്പോൾ നമുക്ക് എന്താ പറയാം? ഇഫ് വി ആർ കൺസിഡറിങ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ മോളിക്യൂൾ, അനൈസോട്രോപ്പിക് ഇഫക്റ്റ്, ദാറ്റ് മീൻസ് ഇഫ് വി ആർ കൺസിഡറിങ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ മോളിക്യൂളിൻ്റെ സെൻട്രൽ പാർട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഹിയർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ്, അവിടെ വരുന്ന സെൻട്രൽ പോർഷനിൽ വരുന്ന ഫീൽഡ് ഡ്യൂ ടു ദ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അല്ലേ, സെൻട്രൽ പാർട്ടിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതേസമയം പെരിഫറൽ ആറ്റംസ് കൺസിഡർ ചെയ്യുവാണെങ്കിലോ? ബട്ട് ഇഫ് വി ആർ കൺസിഡറിങ് ദ പെരിഫറൽ ആറ്റംസ് ലൈക്ക് ഹൈഡ്രജൻ, പെരിഫറൽ ആറ്റംസ് മീൻസ് ആ ക്ലൗഡിൻ്റെ വെളിയിലുള്ള ആറ്റംസ്, but we are considering the peripheral atoms, then here the magnetic field due to the induced magnetic field that will be in the same direction of the applied magnetic field. പുറത്ത് നമ്മുടെ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡയറക്ഷൻ സെയിം ആണ്. അപ്പം നമുക്ക് വേണ്ടത് ആരാണ്? പ്രോട്ടോണിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന എൻവയോൺമെൻറ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മതി. കെമിക്കൽ ഷിഫ്റ്റ് ഈസി ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ദ ഹൈഡ്രജൻ പ്രസൻറ്റ് ഹിയർ. ഇവിടെ വന്നിരിക്കുന്ന നെറ്റ് ഇഫക്റ്റ് എന്താ? ഇവിടെ ഇപ്പോൾ മറ്റിടത്ത് ഓപ്പോസിറ്റ് ആയിരുന്നു, ഇവിടെയോ
ഹൈഡ്രജൻ വന്നിരിക്കുന്ന സ്ഥലത്ത് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡും ബോത്ത് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ദെയർഫോർ ദ നെറ്റ് ഇഫക്റ്റ് ഓൺ ദിസ് ഹൈഡ്രജൻ എങ്ങനെയായിരിക്കും? ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കൂടെ സം ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഇഫക്റ്റ്. ദാറ്റ് ഈസ് ദ ഹൈഡ്രജൻ പ്രസൻറ്റ് ഹിയർ has a net effect of external magnetic field and induced magnetic field. അല്ലേ, രണ്ടും ഒരേ ഡയറക്ഷനിൽ. therefore the net effect will be enhanced. നെറ്റ് ഇഫക്റ്റ് കൂടും. നെറ്റ് ഇഫക്റ്റ് കൂടുക മീൻസ് എന്താണ്? അവിടെ ഷീൽഡിംഗ് ഉണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ദിസ് പ്രോട്ടോൺസ് ആർ ഡീഷീൽഡഡ്. അപ്പോൾ പ്രോട്ടോണുകൾ ഡീഷീൽഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? if we are taking the NMR spectrum, the peak corresponding to these protons, they will be, നമുക്ക് എവിടെ കിട്ടും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീക്ക്? ഇൻ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ നമ്മളിപ്പം ഡീഷീൽഡഡ് പ്രോട്ടോണുകളല്ലേ, അപ്പോൾ ഡീഷീൽഡഡ് പ്രോട്ടോണുകളുടെ NMR സ്പെക്ട്രം നമുക്ക് എവിടെ ആയിരിക്കും കിട്ടുക? ഇൻ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി NMR സ്പെക്ട്രം. ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മീൻസ് ദാറ്റ് ഈസ് ഇൻ ദി ഹൈ ഫ്രീക്വൻസി റീജിയൻ. ഹൈ ഫ്രീക്വൻസി റീജിയൻ മീൻസ് ഡൗൺ ഫീൽഡ് റീജിയൻ. ഡൗൺ ഫീൽഡ് റീജിയനിലെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ഈസ് വെരി ഹൈ. അപ്പം ഇതാണ് ദിസ് മോളിക്യൂൾ. അപ്പം ഇവിടെയും അനൈസോട്രോപ്പിക് ഇഫക്റ്റാണ് വന്നത്. ബിക്കോസ് ഓഫ് ദിസ് അനൈസോട്രോപ്പിക് ഇഫക്റ്റ് ദ മോളിക്യൂളിന് ആ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോൾ ക്ലിയർ അല്ലേ? ദെൻ ഇനി ഒരു മോളിക്യൂളും കൂടെ നമുക്ക് നോക്കണം. അപ്പോൾ അനദർ മോളിക്യൂൾ ദാറ്റ് ഈസ് ബെൻസീൻ. അപ്പോൾ ബെൻസീൻ, അപ്പം ബെൻസീൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. ബെൻസീൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഒരു റിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റംസ് ആർ പ്രസൻറ്റ്. അപ്പോൾ ഹിയർ ഇൻ ബെൻസീൻ ദ പൈ ഇലക്ട്രോൺ ക്ലൗഡ് എങ്ങനെയായിരിക്കും? നമ്മുടെ റിങ്ങിൻ്റെ, ബെൻസീൻ റിങ്ങിൻ്റെ എബോവ് ആൻഡ് ബിലോ ഓർ ദ റിംഗ്, അവിടെ ആയിരിക്കും നമ്മുടെ പൈ ഇലക്ട്രോൺ ക്ലൗഡ് വരുന്നത്. ഇൻ ബെൻസീൻ റിംഗ് ദ പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് പ്രസൻറ്റ് എബോവ് ആൻഡ് ബിലോ ദ റിംഗ്. ഇപ്പോൾ നമ്മളിനി ഇതിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുവാണെങ്കിൽ, ഇഫ് ഇറ്റ് brought in an external magnetic field, there will be an induced magnetic field. എന്തായാലും ഒരു പൈ ഇലക്ട്രോണുകളുണ്ട്. ബിക്കോസ് ഓഫ് ദിസ് പൈ ഇലക്ട്രോൺ, if we are placing it in an external magnetic field, this pi electrons will start to rotate and an external magnetic field or an induced magnetic field will be generated. അപ്പോൾ ആ പൈ ഇലക്ട്രോൺ ക്ലൗഡ് അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആ ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കും വരിക? Here also this lines of force has two different directions. ഇവിടെയും രണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഉണ്ടായിരിക്കും. ആ രണ്ട് ഡയറക്ഷൻസ് എങ്ങനെയാണ്? അപ്പോൾ രണ്ട് ഡയറക്ഷൻ ഉണ്ട് മീൻസ് ദാറ്റ് മീൻസ് ഹിയർ ഓൾസോ അനൈസോട്രോപ്പിക് ഇഫക്റ്റ് ഈസ് പ്രസൻറ്റ്. ഇവിടെയും നമുക്കെന്ത് പറയാം? നമ്മുടെ കോമ്പൗണ്ടിൽ അനൈസോട്രോപ്പിക് ഇഫക്റ്റ് വന്നു. അപ്പോൾ ബിക്കോസ് ഓഫ് ദിസ് അനൈസോട്രോപ്പിക് ഇഫക്റ്റ്, ഇനി ആ അനൈസോട്രോപ്പിക് ഇഫക്റ്റ് ഹൈഡ്രജൻ്റെ സ്ഥലത്തും ഇൻസൈഡും എങ്ങനെ വന്നു എന്ന് നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ ഇവിടെ ഇൻസൈഡ് ദ മാഗ്നറ്റ് ഇറ്റ് വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വന്നിരിക്കുന്ന ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ദസ് വി ക്യാൻ സി ദി ഇൻസൈഡ് ദ മാഗ്നറ്റ്. അപ്പോൾ ഇവിടെയും മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? പൈ ഇലക്ട്രോൺ ക്ലൗഡുകൾ. അപ്പോൾ ദസ് വി ക്യാൻ സേ ദി ഇൻസൈഡ് ദ മാഗ്നറ്റ് it will be in the opposite direction of the applied magnetic field. applied magnetic field in the opposite direction അല്ലേ ഇൻസൈഡ് വന്ന് ആ റിങ്ങിൻ്റെ നമ്മുടെ പൈ ഇലക്ട്രോൺ ക്ലൗഡിനുള്ളിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ പെരിഫറൽ ആറ്റംസ് ഹൈഡ്രജൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ആയിരിക്കും? ഔട്ട്സൈഡ് ദ മോളിക്യൂൾ ഓർ ഇഫ് വി ആർ കൺസിഡറിങ് ദ പെരിഫറൽ ആറ്റംസ്, here also we can see that here the electrons or the hydrogens are in the position where the induced magnetic field and applied magnetic field are in the same direction. അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്? നമ്മൾ ആ പെരിഫറൽ ആറ്റംസിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെയും ആ ഹൈഡ്രജൻ വന്നിരിക്കുന്ന എവിടെയാണ്? ആ ഹൈഡ്രജൻ വന്നിരിക്കുന്ന സ്ഥാനത്ത്, അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഹിയർ ദി ഹൈഡ്രജൻ വന്നിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡയറക്ഷൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ആണ്. അതിൻ്റെ ഡയറക്ഷൻ രണ്ടും സെയിം ഡയറക്ഷനിലാണ് വന്നിരിക്കുന്നത്. ഹെൻസ് വി ക്യാൻ സേ ഇവിടെ വരുന്ന നെറ്റ് ഇഫക്റ്റ് എങ്ങനെയായിരിക്കും? ഹിയർ ഓൾസോ ദ നെറ്റ് ഇഫക്റ്റ് വിൽ ബി ഇൻ, നെറ്റ് ഇഫക്റ്റ് എന്തൊക്കെ ചേർന്നിട്ടുള്ളതായിരിക്കും? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡും കൂടെ ചേർന്ന ഒരു ഇഫക്റ്റ് ആയിരിക്കും ദീസ് ഹൈഡ്രജൻസിന് കിട്ടുക. അപ്പോൾ ദസ് വി ക്യാൻ സേ വാട്ട്? ഇവിടെയും ഹൈഡ്രജൻ വിൽ ബി ഡീഷീൽഡഡ്. ഹൈഡ്രജൻ ഡീഷീൽഡഡ് ആണ്.
Hence this hydrogen will be de-shielded. അപ്പോൾ ഹൈഡ്രജൻ ഡീഷീൽഡഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടോൺ ഇതിൻ്റെ NMR എവിടെയായിരിക്കും കിട്ടുക? Then since it is de-shielded, we will get the peak corresponding to this hydrogen will be obtained at the high frequency region. High frequency region means in the downfield region, or there the chemical shift value is high. അപ്പോൾ എവിടെ ആയിരിക്കും? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും സ്പെക്ട്രം പീക്ക് കിട്ടുക. ആൻഡ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ദാറ്റ് ഈസ് ദി ഡൗൺഫീൽഡ് റീജിയൻ, ആൻഡ് ഹിയർ ദ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ഈസ് ഹൈ. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും അനൈസോട്രോപ്പിക് ഇഫക്റ്റ് വെച്ചിട്ട് നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂവിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ അനൈസോട്രോപ്പിക് ഇഫക്റ്റ് വരുമ്പോൾ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഹൈഡ്രജൻ വരുന്ന സ്ഥലത്ത് എങ്ങനെ പൊസിഷൻ വരുന്നു, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 2 ഡയറക്ഷൻ വന്നാലും ഹൈഡ്രജൻ വരുമ്പം അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ബാക്കി എല്ലാ കേസും പറയുമ്പോൾ എങ്ങനെയായിരുന്നു, അവിടെ ആ ഹൈഡ്രജനിൽ നിന്ന് ഇലക്ട്രോണുകളെ പുള്ളി ചെയ്യുന്നു അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നു, ഈ രീതിയിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് വരുന്നു. എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ പ്രസൻസിൽ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡിന് ആ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അനൈസോട്രോപ്പിക് ഇഫക്റ്റിൽ കെമിക്കൽ ഷിഫ്റ്റിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആകെ അറിയേണ്ടത് ഹൈഡ്രജൻ വരുന്ന സ്ഥലത്ത് ഡയറക്ഷൻ എങ്ങനെ വരുന്നു എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് നമുക്കത് ഷീൽഡഡ് പ്രോട്ടോൺ ആണോ ഡീഷീൽഡഡ് പ്രോട്ടോൺ ആണോ എന്നുള്ളത് മനസ്സിലാക്കാം. അതിൽ നിന്ന് ഷീൽഡഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പീക്ക് എവിടെ കിട്ടും എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ ഇത് എക്സാമ്പിൾ വെച്ച് ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മുടെ അനൈസോട്രോപ്പിക് ഇഫക്റ്റിനൊരു ഡെഫിനിഷൻ പറയാം. എന്താണ്? നമ്മൾ പറഞ്ഞത് തന്നെയാണ്. There will be a magnetic field created by the molecule due to the rotation of the electric charge cloud, and this lines of force of the magnetic field will have different directions in the different parts of the molecule. എന്താണ്? നമ്മൾ ഒരു മോളിക്യൂളിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ വെക്കുമ്പോൾ because of the rotation, due to the rotation of the pi electron charge cloud, due to the rotation of the electric charge cloud, that is the pi electron cloud start to rotate, and because of this rotation a magnetic field will be generated, and this magnetic field has a lines of force, and this lines of force of the magnetic field has in the 2 different directions or different directions. Magnetic lines of force has different directions in different parts of the molecule. ഒരേ മോളിക്യൂളിൻ്റെ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഡിഫറെൻറ്റ് പാർട്സിൽ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക ആ ലൈൻസ് ഓഫ് ഫോഴ്സിന്. ആൻഡ് ദിസ് ഇഫക്റ്റ് ഈസ് കാൾഡ് അനൈസോട്രോപ്പിക് ഇഫക്റ്റ്. നിങ്ങൾക്ക് അതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുത്. വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കി പഠിച്ചോളുക, അല്ലാണ്ട് തെറ്റിപ്പോരുത്. നമുക്കറിയേണ്ടത് നമ്മുടെ പ്രോട്ടോൺ വരുന്ന സ്ഥലത്ത് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. നമ്മുടെ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റിലായിരിക്കും വരുന്നത്. പക്ഷേ പ്രോട്ടോൺ എവിടെ വരുന്നു, ആ പ്രോട്ടോൺ വരുന്ന സ്ഥലത്ത് നമ്മുടെ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരുന്നു, ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് വി വിൽ ഗെറ്റ് ദി കെമിക്കൽ ഷിഫ്റ്റ്. ഓക്കെ. അപ്പോൾ അനൈസോട്രോപ്പിക് ഇഫക്റ്റ് എന്താണെന്ന ഡെഫിനേഷൻ ഒന്നുകൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. there will be a magnetic field created by the molecule. എന്തുകൊണ്ട്? ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി ഇലക്ട്രിക് ചാർജ് ക്ലൗഡ്. പൈ ഇലക്ട്രോൺ ക്ലൗഡ് വിൽ റൊട്ടേറ്റ് അല്ലേ. ആൻഡ് ദിസ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഹാവ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. എവിടെയാണ്? ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ മോളിക്യൂൾ. ഡിഫറെൻറ്റ് മോളിക്യൂൾസിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൽ ഡിഫറെൻറ്റ് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് കാൾഡ് അനൈസോട്രോപ്പിക് ഇഫക്റ്റ്. അപ്പോൾ നമ്മുടെ കെമിക്കൽ ഷിഫ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയല്ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് അനൈസോട്രോപ്പിക് ഇഫക്റ്റ് വിത്ത് ആ എക്സാമ്പിൾസ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് NMRൽ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.